ഹായ് ഫ്രണ്ട്സ്, റാങ്ക് റഷ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കേരള PSC നടത്തിയ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിലെ 26 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്നതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യ ചോദ്യം: ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5, 2019 ഓഗസ്റ്റ് 15, 2019 സെപ്റ്റംബർ 5, 2018 ഓഗസ്റ്റ് 5. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2019 ഓഗസ്റ്റ് 5-നാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്. അടുത്ത ചോദ്യം: കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം. കേരളത്തിലെ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2022-27 കേരളത്തിലെ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം. 2022-2027. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്: താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം, കുടുംബശ്രീ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്നവയിൽ കുടുംബശ്രീ മാത്രമാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. ബാക്കി താലോലം, സ്നേഹപൂർവം, ശ്രുതി തരംഗം ഇവയെല്ലാം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം: കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 243I, 243Y. അപ്പോൾ കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദമാണ് 243I, 243Y. അടുത്ത ചോദ്യം: 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 22 രൂപയാണ് ശരിയായ ഉത്തരം. അപ്പോൾ 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവെന്ന് പറയുന്നത് 22 രൂപയാണ്. അടുത്ത ചോദ്യം: പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. പട്ടിക 1, പട്ടിക 2: മന്ദഹാസം പദ്ധതി, സമന്വയ പരിപാടി, അഭയകിരണം പദ്ധതി, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. നിരാലംബരായ വിധവകൾ, കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ, ഭിന്നശേഷിയുള്ളവർ, BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർ, ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ പട്ടിക 1ഉം 2ഉം ശരിയായി കോഡുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമന്വയ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഭയകിരണം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിരാലംബരായ വിധവകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമന്വയ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരിയ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം: അടുത്തിടെ ലോകാരോഗ്യ സംഘടന
R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത്? ഓപ്ഷൻസ്: അഞ്ചാം പനി, മങ്കി പോക്സ്, മെനിഞ്ചൈറ്റിസ്, മലേറിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മലേറിയയാണ് ശരിയായ ഉത്തരം. അപ്പോൾ അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടി അംഗീകരിച്ചത്? അത് മലേറിയയാണ്. അടുത്ത ചോദ്യം: താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അവകാശവാദം: ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഏത് ആണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവകാശവാദം: ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. അപ്പം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വാദം ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. അത് ശരിയായ വാദമാണ്. പക്ഷേ അതിൻ്റെ ശരിയായ കാരണമല്ല ഇവിടെ തന്നിരിക്കുന്ന ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു എന്നത്. അടുത്ത ചോദ്യം: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കുക. B2 വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം, ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏതെന്ന് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 4, 5 ശരിയായ പ്രസ്താവനകൾ. അപ്പോൾ ബെറിബെറി എന്ന രോഗത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ബെറിബെറി. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അടുത്ത ചോദ്യം: 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വച്ചാണ്? 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വച്ചാണ്? സൗദി അറേബ്യ, ഖത്തർ, UAE, ഒമാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. UAE ആണ് ശരിയായ ഉത്തരം. അപ്പോൾ 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് UAE വച്ചാണ്. അടുത്ത ചോദ്യം: T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? തൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി, ഗൊണാഡുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. തൈമസ് ഗ്രന്ഥിയാണ് ശരിയായ ഉത്തരം. അപ്പോൾ T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. അടുത്ത ചോദ്യം: ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയിലാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്? ഓപ്ഷൻസ്: 40 ഡിഗ്രി, -40 ഡിഗ്രി, 37 ഡിഗ്രി, -80 ഡിഗ്രി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. -40 ഡിഗ്രിയാണ് ശരിയായ ഉത്തരം. അപ്പോൾ -40 ഡിഗ്രിയിലാണ് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്. അടുത്ത ചോദ്യം: ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിന് ആനുപാതികമാണ്, പ്രകാശത്തിൻ്റെ ആവർത്തിക ആനുപാതികമാണ്,
പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് ആനുപാതികമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. അടുത്ത ചോദ്യം, ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്നും ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തി, തരംഗദൈർഘ്യം, വേഗത, വ്യാപ്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ആവൃത്തിയാണ് ശരിയായ ഉത്തരം. ഇപ്പോൾ ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്നും ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തിക്കാണ് മാറ്റമില്ലാത്തത്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3ന്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ചന്ദ്രയാൻ 3ന്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ഓക്സിജൻ, ഹൈഡ്രജൻ, സൾഫർ, എയും സിയും. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എയും സിയും. അപ്പോൾ ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3ന്റെ റോവർ സ്ഥിരീകരിച്ചത്. ചന്ദ്രയാൻ 3ന്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം ഓക്സിജൻ ആൻഡ് സൾഫർ. അടുത്ത ചോദ്യം, അക്വാറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? അക്വാറീജിയ ഏതിൻ്റെ ഒരു മിശ്രിതമാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. HClഉം HNO3യുമാണ് ശരിയായ ഉത്തരം. അപ്പോൾ അക്വാറീജിയ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം HClഉം HNO3യും. HClഉം HNO3യും ചേരുന്നതാണ് അക്വാറീജിയ എന്നത്. അടുത്ത ചോദ്യം, വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷ് ആണ്. വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഡാഷ് ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. Na2CO3.10H2O ആണ് ശരിയായ ഉത്തരം. അപ്പോൾ വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം ഏതാണ്? Na2CO3.10H2O. Na2CO3.10H2O. അടുത്ത ചോദ്യം, സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം. ഇരുമ്പ്, അലുമിനിയം, വെള്ളി, ചെമ്പ്. ഇരുമ്പ്, അലുമിനിയം, വെള്ളി, ചെമ്പ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അലുമിനിയമാണ് ശരിയായ ഉത്തരം. അപ്പോൾ സാന്ദ്രത കുറവായതിനാൽ, സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അലുമിനിയമാണ്. അടുത്ത ചോദ്യം, ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? റൂദർഫോർഡ്, J.J. തോംസൺ, നീൽസ് ബോർ, ജോൺ ഡാൾട്ടൺ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജോൺ ഡാൾട്ടൺ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ദ്രവ്യത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. അടുത്ത ചോദ്യം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വാങ്കേരി മാതായി ആണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത. അപ്പോൾ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? വാങ്കേരി മാതായി. അടുത്ത ചോദ്യം, ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ഓപ്ഷൻസ്: ആൻഡൺ ചെക്കോവ്, വില്യം കാർലോസ് വില്യംസ്, ആർതർ കോനൻ ഡോയൽ, A.J. ക്രോൺ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. A.J. ക്രോണിനാണ് ദി സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അപ്പോൾ ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? A.J. ക്രോണിൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി?
ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, കാസർഗോഡാണ് ശരിയായ ഉത്തരം. അപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? കാസർഗോഡ്. അടുത്ത ചോദ്യം, സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? കുമാരനാശാൻ, പി കുഞ്ഞിരാമൻ നായർ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, പി കുഞ്ഞിരാമൻ നായരാണ് ശരിയായ ഉത്തരം. അദ്ദേഹത്തിൻ്റെ വരികളാണ് ഇത്. സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. അടുത്ത ചോദ്യം, 2023 പുറത്തിറങ്ങിയ ദ കവന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയതാരാണ്? എബ്രഹാം വർഗീസ്, അനിത ദേശായി, അമിതാവ് ഘോഷ്, അരവിന്ദ അഗിഡ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, എബ്രഹാം വർഗീസ് ആണ് ശരിയായ ഉത്തരം. ഇപ്പോൾ 2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? എബ്രഹാം വർഗീസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ഒരു 24 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ഫുള്ള് കേൾക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. ഇത് ഉറപ്പായിട്ടും അടുത്ത ഏതെങ്കിലുമൊക്കെ എക്സാംസിൽ ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്